അവസ്ഥാനം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു കിതാബ് അലമാരയിൽ നമ്മൾ ഈ മുസാഫ് വെച്ചതുപോലെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നിന്നാലും അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ നീളമെത്തും. അത്രക്കൊരു കിതാബ് 31 വാളിയം. പിന്നെ ഞാൻ ഒരാവശ്യത്തിന് എന്നെ വിളിച്ചിരുന്നു ഉസ്താദ്. 2-3 വട്ടം വിളിച്ചത്ര. ഉസ്താദിന്റെ സ്ഥിരം നമ്പറിൽ നിന്നല്ല, ഞാൻ പലപ്പോഴും ഓരോ പ്രോഗ്രാമിലായി. നമ്മളിത് കേട്ടേ പറ്റുള്ളൂ. അവസാനം 11:45 എന്നെ വിളിക്കുന്നു. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു 2-3 വട്ടം വിളിച്ചു, കിട്ടിയില്ലട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉസ്താദേ ഓരോ ഷുഗലായി പോയി. അതെ, ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, അതിനു വേണ്ടിയായിരുന്നു വിളിച്ചത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഉസ്താദ് 11:45 ഉസ്താദ് ഉറങ്ങിയില്ലെന്ന് വെച്ചു. ഞാനിങ്ങനെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആവിയായി പോയൊരു സമയമാണത്. 11:45 ഉസ്താദ് ഉറങ്ങിയില്ലെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറയാം 1 മണിന്റെ മുമ്പ് ഉറങ്ങിയത് എന്റെ ജീവിതത്തിൽ ഓർക്കണില്ല എന്ന്. 1 മണിന്റെ മുമ്പിൽ ഇപ്പൊ അടുത്തെങ്ങാണ്ടൊന്ന് ഉറങ്ങിയത് എന്റെ ജീവിതത്തിൽ ഓർക്കാൻ പറ്റണില്ല എന്ന്. നിരവധി രോഗങ്ങളുണ്ട്. അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഖലമുൽ ഇസ്ലാമാണ് ആളിലും അർത്ഥത്തിലും. അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. 1 മണിക്ക് മുമ്പ് ഉറങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല എന്ന്. അങ്ങനെയാണ് ഇത്രയും വാള്യങ്ങളുള്ള കിതാബ് രചിക്കുന്നത്. എന്തൊരു അത്ഭുതമാണ്, ആലോചിച്ച് നോക്കൂ. വളരെ പ്രയാസപ്പെടുത്തുന്ന 2-3 രോഗങ്ങളുണ്ട്. സർജറി അടക്കമുള്ള ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ പല ദിവസവും അഡ്മിറ്റ് ആയിട്ടുണ്ട്. 1 മണിക്ക് മുമ്പ് ഉറങ്ങിയത് ഓർമ്മയില്ല എന്നാ പറയണത്. അന്നും എന്നും ചില്ലറ സംഭവമല്ല ഇത്. ഞാൻ എന്റെ വീട് ഒത്തോളം ആലോചിച്ചത് ഉസ്താദിന്റെ ജീവിതവും പ്രബോധനവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. ഉറക്കും സ്വപ്നവും എന്ന പുസ്തകമുണ്ട്, ചെമ്മാട് പഠിക്കുന്ന കാലത്ത് ഞാൻ വായിച്ചതാണ്. അതിൽ ഉസ്താദ് സമർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പരിശീലിച്ചു വരികയാണെങ്കിൽ ദിവസം 1 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെയും മനുഷ്യന് ആരോഗ്യപരമായ സുസ്ഥിതി നിലനിർത്താൻ പറ്റുമെന്ന്. വെറുതെ പറഞ്ഞതല്ല, ഇമാം ഗസാലി തങ്ങളെ ഉദ്ധരിച്ചിട്ട്. ഞാൻ അത് ഓർത്താണ് ഇങ്ങനെ എന്റെ വീട്ടിലേക്ക് എത്തിയത്. അതങ്ങനെ പ്രയോഗിക്കാണ്. നമ്മളല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, 8-9 മണിക്കൂർ ഉറങ്ങുക, പകൽ ഒഴിവിട്ടുമ്പോ പിന്നെ ഉറങ്ങുക, ഉച്ച കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ഉറങ്ങുക, അങ്ങനെ മൊത്തം 10 മണിക്കൂർ സപ്പോസ്. ബാക്കിയുള്ള ടൈം കുളിക്കണം, അലക്കണം, ഭക്ഷണം കഴിക്കണം. പിന്നെ ഒരു 2-3 മണിക്കൂറെങ്കിലും മൊബൈൽ കളിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താ പുതിയ കാലത്ത് ജീവിക്കണതിന് കാര്യമുണ്ടോ? പിന്നെ എത്ര നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കണത്? എത്രയാണ് ആഖിറത്തിന് വേണ്ടി ജീവിക്കണത്? അതുകൊണ്ടാണ് 1 മണിക്ക് മുമ്പ് ഉറങ്ങിയത് ഓർമ്മയില്ല എന്ന് ഉസ്താദ് പറയുന്നത്. അത് ഉസ്താദിന് എല്ലാരോടും പറഞ്ഞു കൊടുക്കണതിൽ ഇഷ്ടമുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്നോട് മാത്രം പറഞ്ഞതായിരിക്കും. പക്ഷെ എനിക്കത് പറയാതെ വയ്യ. ആധുനികരും പൂർവികരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആഖിറത്തെ കൊതിച്ചവർ.